പ്രിയപ്പെട്ട കുട്ടികളെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന തേർഡ് ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്നീ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത. മലയാളത്തിൽ നമുക്ക് വേഗത എന്ന് പറയാൻ പറ്റും. നമുക്ക് വേഗത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ്. അപ്പോൾ ദൂരത്തിന്റെ നിരക്ക്, അല്ലെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുക. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് വരും അല്ലെ. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ടൈം ആണ്, നമ്മൾ നേരെ ഇതിന് മുമ്പ് ഒരിട്ടും പറഞ്ഞിട്ടുള്ളത്. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. ദൂരത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ സ്പീഡ്, വേഗത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഒരു വണ്ടിയുടെ ഒരാളുടെ സ്പീഡ് കാണണമെങ്കിൽ അയാളെ സഞ്ചരിച്ച മൊത്തം ദൂരം എടുക്കുക, ആ ദൂരത്തിന് അതിനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനത്തിനാണ് വേഗത എന്ന് പറയുന്നത്. SI യൂണിറ്റ് വരിക. നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇനി നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അതിന്റെ SI യൂണിറ്റ് എന്താണ്, അതിന്റെ ഡയമെൻഷൻ എന്താണ്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ, ഇത് നമ്മൾ പറയണം. നോക്കൂ, സോ അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് SI യൂണിറ്റ് വരിക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം, ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ്. ഡയമെൻഷന് വരിക, ഡിസ്റ്റൻസിന് ക്യാപിറ്റൽ L ആണ്, ടൈമിന് ക്യാപിറ്റൽ T. അപ്പൊ L ബൈ T എന്ന് വരും. അടിയത്തെ T മുകളിലേക്ക് ഇടുമ്പോൾ T⁻⁻1. സോ LT⁻⁻1. അപ്പൊ സ്പീഡിന്റെ ഡയമെൻഷൻ LT⁻⁻1. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്നുള്ളത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ സ്പീഡിനുള്ളൂ. സ്പീഡുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് യൂണിഫോം സ്പീഡ്, സമാന വേഗത, ഒരേ വേഗത. എന്താ? ഇഫ് ആൻ ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, then it is called uniform motion. ഒരു ബോഡി ഒരേ സമയം കൊണ്ട് ഒരേ ദൂരം, നിശ്ചിതമായിട്ടുള്ള ഒരു സമയം കൊണ്ട് ഒരു ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാണ്. നമുക്ക് ഉദാഹരണം, അവിടെ ഒരു കാറ് മൂവ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 സെക്കൻഡ് കൊണ്ട് O എന്നുള്ള പോയിന്റിൽ നിന്ന് A എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ 4 മീറ്റർ. അടുത്ത 2 സെക്കൻഡ് വീണ്ടും 4 മീറ്റർ സഞ്ചരിച്ച് 8 മീറ്റർ ആവും. വീണ്ടും അടുത്ത 2 സെക്കൻഡ് കൊണ്ട് വീണ്ടും 4 മീറ്റർ. ഇങ്ങനെ ഒരേ സമയം കൊണ്ട് ഒരേ ദൂരമാണ് ഇവിടെ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും ഈ കാറ് എന്തിലാണ്? യൂണിഫോം സ്പീഡിലാണ്, ഒരു സമാന വേഗതയിലാണ് അല്ലെ. ഇത് ഓരോ 2 സെക്കൻഡിലും 4 മീറ്റർ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് ഒരേ വേഗതയിലാണ് ഈ കാറ് പോകുന്നത്. ഇതിനെയാണ് യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കുക. ഇനി നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാലോ, if an object covers unequal distance in equal intervals of time, it is called non uniform motion അല്ലെങ്കിൽ വേരിയബിൾ സ്പീഡ്. അപ്പോൾ പിന്നെ നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി if it covers unequal distance in equal intervals of time, ഒരേ സമയം കൊണ്ട് വേറെ വേറെ ദൂരങ്ങൾ സഞ്ചരിക്കുക. ഇനി വേണമെങ്കിൽ തിരിച്ചും പറയാൻ പറ്റും, if an object covers equal distance in unequal intervals of time, ഒരേ ദൂരം വേറെ വേറെ സമയം കൊണ്ട് കവർ ചെയ്യാം. രണ്ടും പറഞ്ഞാലും നോൺ യൂണിഫോം സ്പീഡ് എന്നല്ല. നമുക്ക് അടിയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു ട്രക്കിന്റെ മോഷൻ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു സെക്കൻഡിൽ T=0 സെക്കൻഡ് എന്ന് T=1 സെക്കൻഡ് ആകും. ആദ്യത്തെ ഒരു സെക്കൻഡിൽ അത് 4 മീറ്റർ ആണ് ട്രാവൽ ചെയ്ത്. അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട് 2 സെക്കൻഡ് ആയപ്പോത്തിന് അത് 6 മീറ്ററും കൂടി ട്രാവൽ ചെയ്തു, അങ്ങനെ 10 മീറ്റർ ആയി. അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട് അത് എത്ര? 3 മീറ്റർ ആണ് സഞ്ചരിച്ചത്, അങ്ങനെ 13 ആയി. അടുത്തൊരു സെക്കൻഡ് കൊണ്ട് അത് 5 മീറ്റർ സഞ്ചരിച്ചിട്ട് 18 ആയി. ഇങ്ങനെ ഒരേ സമയം കൊണ്ട് വേറെ വേറെ ദൂരങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാൻ പറ്റും. നമ്മൾ വളരെ ചെറുപ്പത്തിലെ പഠിച്ച് കേട്ട ഒരു കഥയുണ്ട്, ടോർട്ടോയിസ് ആൻഡ് റാബിറ്റ് റേസ് അല്ലെ. അപ്പോ ആമയും മുയലും ഓടിയ സമയത്ത് നമുക്കറിയാം ആരാ ജയിച്ചത്? ആമ ജയിച്ചു. മുയല് എന്ത് ചെയ്തു? റാബിറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി ആദ്യം, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങി. പിന്നെ ആമയാണെങ്കിലോ വളരെ പതുക്കെ പതുക്കെ ഒരേ സ്പീഡിൽ, ഒരേ സമയം കൊണ്ട് ഒരേ സ്പീഡിൽ ഇങ്ങനെ അതിങ്ങനെ സഞ്ചരിച്ച് അത് അവസാനം ഫിനിഷ് ലൈനിൽ എത്തും. ഇവിടെ ആമ നമുക്ക് പറയാൻ പറ്റും ഒരു യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്തത് അല്ലെ, ഒരേ സമയം ഒരേ ദൂരം. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു. എന്നാലും മുയലാണെന്നുണ്ടെങ്കിലോ ആദ്യം സ്പീഡ് കൂടുതലായിരുന്നു, പിന്നെ കുറച്ചു നേരം പിന്നെ സ്പീഡ് 0 ആയി, പിന്നെ കിടന്നുറങ്ങി എന്നർത്ഥം. അപ്പോ ഇത് നോൺ യൂണിഫോം സ്പീഡാണ്. ഇനി ആവറേജ് സ്പീഡ്, ശരാശരി വേഗത. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസിന് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് വിളിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ ടൂർ പോവാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ്
എല്ലാ സമയത്തും ഒരേ സ്പീഡിലാവില്ല പോവുക അല്ലെ. രാത്രിയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒഴിഞ്ഞ റോഡ് നല്ല സ്പീഡിൽ പോകും, പിന്നെ ടൗണൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കുറക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ആവറേജ് സ്പീഡ് ചില സമയത്ത് ഇപ്പോൾ ബസ് ഒരു 80 സ്പീഡിലൊക്കെ പോയിട്ടുണ്ടാവും, ചില സമയത്ത് ബസ് 50 സ്പീഡിൽ പോയിട്ടുണ്ട്, 50 km/h സ്പീഡിലാണ് പോയിട്ടുണ്ടാവുക, ചില സമയത്ത് ബസ് ഒരു 20 km/h സ്പീഡിൽ പോയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ഇതിന്റെ ആവറേജ് സ്പീഡ് എങ്ങനെ കാണാം? ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക, ടോട്ടൽ ദൂരം എടുക്കുക. അതിനെ എത്ര സമയം കൊണ്ടാണ് ഈ ബസ് മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം എത്തിയത്, ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് അതിന്റെ ആവറേജ് സ്പീഡ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി മറ്റൊരു ടേമാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെ. ഒരു ഇൻസ്റ്റന്റിലെ സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജെക്ട് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്തുള്ള അതിന്റെ സ്പീഡ്. നമ്മൾ സാധാരണ വണ്ടിയുടെ സ്പീഡോമീറ്ററിലൊക്കെ ആ സമയത്തുള്ള സ്പീഡാണ് കാണിക്കുക അല്ലെ. ഓരോ സമയത്തുള്ള അതിന്റെ നീഡിൽ ഇങ്ങനെ കറക്റ്റ് അതിന്റെ പിന്നെ അനലോഗ് പിന്നെ സ്പീഡോമീറ്റർ ആണെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ സ്പീഡ്, ഇപ്പോൾ ബൈക്കിനൊക്കെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ്, കറക്റ്റ് അതിന് സ്പീഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അല്ലെ. 80.2 80 അതെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ അതിന്റെ സ്പീഡാണ്. ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്താൽ അതിന്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരും. ആ സമയത്തുള്ള ആ സെക്കൻഡിലുള്ള സ്പീഡാണ് സ്പീഡോമീറ്റർ കാണിക്കുന്നത്. ഇതിനാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുക. സ്പീഡോമീറ്റർ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതും കൂടി കൂട്ടത്തിൽ പറയാം. ഒരു സ്പീഡോമീറ്റർ കാണിക്കുന്നത് സ്പീഡ് ഇൻ km/h ആണ് എന്നുള്ള യൂണിറ്റിലാണ് കാണിക്കുക. ഒരു വണ്ടിയുടെ സ്പീഡ് km/h എന്നുള്ള സ്പീഡിലാണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ കിലോമീറ്റർ കാണിക്കുന്ന ഒരു പിന്നെ സാധനം ഉണ്ടാവും അല്ലെ. സ്പീഡോമീറ്ററിന്റെ ഉള്ളിൽ വണ്ടി ഇതുവരെ എത്ര കിലോമീറ്റർ ഓടി എന്ന് കാണിക്കുന്ന ഒരു സാധനം ഉണ്ടാവും, ഒരു മീറ്റർ ഉണ്ടാവും. അതിന് നമ്മൾ ഓഡോമീറ്റർ എന്നാണ് വിളിക്കുക. ODOMETER, ഓഡോമീറ്റർ. ഇത് സ്പീഡോമീറ്റർ, മറ്റേ ഓഡോമീറ്റർ. ഓഡോമീറ്റർ എന്താ കാണിക്കുക? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ അല്ലെ. ആ കാർ ഇതുവരെ സഞ്ചരിച്ച മൊത്തം ദൂരം ഇൻ കിലോമീറ്റർ എന്നുള്ള യൂണിറ്റിലാണ് കാണിക്കുക. എത്ര കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട് എന്ന് അത് കാണിക്കും. അതാണ് ഓഡോമീറ്റർ. ഇത് സ്പീഡോമീറ്റർ ആണ്, സ്പീഡ് കാണിക്കും. അത് km/h എന്ന സ്പീഡ് യൂണിറ്റിലാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ടേം ആണ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗതയാണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം, മലയാളത്തിൽ പ്രവേഗം. നോക്കൂ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും മതി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്ഥാനാന്തരണത്തിന്റെ നിരക്ക്. മറ്റേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരണമാണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ കിട്ടുന്നതാണ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ എന്താ മാറ്റം നമുക്കറിയാം അല്ലെ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്, ഡിസ്റ്റൻസ് എന്ന സ്കെയിലർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുക. നോക്കൂ, അപ്പൊ ഇക്വേഷൻ വരെ V = S/T. നമ്മൾ സാധാരണ ഡിസ്പ്ലേസ്മെന്റ് ക്യാപിറ്റൽ ലെറ്റർ S എന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുക, ടൈമിന് സ്മോൾ ലെറ്റർ T. സോ S/T എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് വെലോസിറ്റിന്റെ ഇക്വേഷൻ. സ്മോൾ ലെറ്റർ V ആണ് വെലോസിറ്റി ഉപയോഗിക്കുക. സോ V = S/T. ഇതാണ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. യൂണിറ്റ് എന്താ വരിക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദൂരം തന്നെയാണ്, അപ്പൊ മീറ്റർ എന്ന് വരും. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, സോ മീറ്റർ/സെക്കൻഡ്. ഡയമെൻഷന് LT⁻⁻1. പക്ഷെ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, അതുകൊണ്ട് വെലോസിറ്റിയും വെക്ടർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അവിടെ പിന്നെ ഒരു ഇതിലിങ്ങനെ കാണിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഈസ് എ സ്പീഡ് വിത്ത് ഡയറക്ഷൻ. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് തന്നെയാണ്, പക്ഷെ ഒരു ഡയറക്ഷൻ കൂടി കൊടുത്താൽ മതി അല്ലെ. അതാണ്. അപ്പൊ പിന്നെ വേഗത തന്നെയാണ് പ്രവേഗം, പക്ഷെ ഡയറക്ഷനും കൂടി പറയേണ്ടി വരും. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ടേമുകളൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഏതൊക്കെ? യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും ആവറേജ് സ്പീഡും പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. ഏതൊക്കെ പറയാൻ പറ്റും? യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, അതേപോലെ തന്നെ ആവറേജ് വെലോസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എന്താ വരിക? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം എന്നായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? യൂണിഫോം വെലോസിറ്റി ആകുമ്പോ പറയൂ. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ if a body covers equal displacement in equal intervals of time അല്ലെ. നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാലോ if a body covers unequal displacement in equal intervals of time. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാലോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അത് മാത്രം ഒരു വ്യത്യാസമുള്ളതാണ് നമ്മൾ അത് പറയുന്നത്. ദ വെലോസിറ്റി ഓഫ് ഒബ്ജെക്ട് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, അതിനാണ് ഇൻസ്റ്റന്റ് വെലോസിറ്റി. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. V = limit Δt tending to 0 Δs/Δt which is equal to ds/dt. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ ഇക്വേഷൻ എങ്ങനെ കിട്ടിയത് എന്നൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്കൂൾ തുറന്ന ശേഷം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സ്പീഡും വെലോസിറ്റി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ് അല്ലെ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ്
ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, മറ്റേത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അല്ലെ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, എന്നാൽ വെലോസിറ്റിയോ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, സ്പീഡ് എപ്പോഴും പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ വെലോസിറ്റിയോ പോസിറ്റീവ് നെഗറ്റീവ് സീറോ ഒക്കെ പറ്റും. കാരണം എന്താ, ഡിസ്പ്ലേസ്മെന്റ് സീറോ വരാൻ പറ്റും, നെഗറ്റീവ് വരാൻ പറ്റും, പോസിറ്റീവ് വരാൻ പറ്റും. അതുകൊണ്ട് വെലോസിറ്റിയും സീറോ ഉണ്ടാവും, ചിലപ്പോൾ നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. പക്ഷെ സ്പീഡ് എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കും, കാരണം ഡിസ്റ്റൻസ് എന്നുള്ളത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പീഡ് ആയിരിക്കും. അപ്പോൾ സ്പീഡും വെലോസിറ്റി തമ്മിൽ പ്രധാന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാറ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരു കാർ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ് 25 മീറ്റർ പെർ സെക്കൻഡിൽ. സ്പീഡ് എത്ര വണ്ടിന്റെ 25 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എത്ര -25, കാരണം നമ്മൾ ലെഫ്റ്റിലേക്ക് മൈനസ് ആണ് എടുക്കുന്നത്. അപ്പം വെലോസിറ്റി അവിടെ -25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയണം. എന്നാൽ ഒരു കാർ റൈറ്റ് സൈഡിലേക്ക് പോവാണ്, അതിന്റെ സ്പീഡ് എത്ര 25 മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റിയോ +25 മീറ്റർ സെക്കൻഡ്. കേട്ടോ, അപ്പൊ സ്പീഡ് ഇപ്പൊ ഏത് ഡയറക്ഷനിൽ പോയാലും സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ് തന്നെ പറഞ്ഞാൽ മതി, കാരണം അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. പക്ഷെ വെലോസിറ്റി ആകുമ്പോഴോ മാഗ്നിറ്റ്യൂഡും പറയണം, 25 മീറ്റർ പെർ സെക്കൻഡ് അതിന്റെ ഡയറക്ഷൻ കൂടി പറയണം. അല്ലെ, ഇങ്ങോട്ടാണെങ്കിൽ പോസിറ്റീവ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൈനസ് നെഗറ്റീവ് ആണ്. അപ്പോൾ സ്പീഡിന് ഒരു ഡയറക്ഷനും കൂടി കൊടുത്താൽ മതി, അപ്പോൾ എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. ഇനി ഒരു കർവ്ഡ് പാത്തിലൊക്കെ ആണെങ്കിൽ അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ഓരോ സമയത്തുള്ള വെലോസിറ്റി ഡയറക്ഷൻ ആണ് അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ആരോ മാർക്കിൽ. ഓരോ സമയത്ത് വെലോസിറ്റി എങ്ങനെയായിരിക്കും അവിടെ ഡയറക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു ടേം ആണ് ആക്സിലറേഷൻ. ത്വരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അല്ലെ, സ്ഥാനാന്തരണ മീൻ പ്രവേഗത്തിന്റെ നിരക്കിനെയാണ്, പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുക, ത്വരണം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിന്റെ ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അല്ലെ, പ്രവേഗ മാറ്റം, പ്രവേഗ മാറ്റത്തിന് നിരക്ക്, റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നിരക്ക്. അപ്പൊ പ്രവേഗ മാറ്റം ബൈ സമയം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അല്ലെ, അതിനെയാണ് ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി നമ്മൾ ക്യാപിറ്റൽ V എന്ന് കൊടുക്കുക. ആദ്യത്തുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ളത് നമ്മൾ U എന്ന് കൊടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ കിട്ടുക, അവസാനത്തെ പ്രവേഗത്തിന് ഫൈനൽ വെലോസിറ്റിന്ന് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്താൽ മതി, V - U ചെയ്താൽ മതി. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, T. അപ്പൊ എന്റെ ആക്സലേഷൻ ഇക്വേഷൻ എന്താ, V - U/T. അവിടെ V എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം, അല്ലെ, ഫൈനൽ വെലോസിറ്റി. U എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ V - U ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ. യൂണിറ്റ് എന്താ വരിക, വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡിവൈഡ് ബൈ ടൈം. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് വരും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഡയമെൻഷൻ വരിക, വെലോസിറ്റി ഡയമെൻഷൻ LT/-1 ആണ്, ബൈ വീണ്ടും ഒരു T എന്ന് വരും, അപ്പൊ LT/-2 എന്ന് വരും. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, കാരണം വെലോസിറ്റി വെക്ടർ ആണ്, അതുകൊണ്ട് ആക്സലറേഷൻ വെക്ടർ ആയിരിക്കും. അപ്പോ നോക്കൂ, അവിടെ അപ്പുറത്ത് കള്ളിയിൽ കാണിച്ചിട്ടുണ്ട് I am accelerating because I am speeding up. നോക്കൂ, അത് ഒരു ഇത് പറയണോ. രണ്ടാമത്തിൽ I am accelerating because I am slowing down. മൂന്നാമത്തിൽ I am accelerating because I am changing the direction. നോക്കൂ, എപ്പോഴാണ് ആക്സലേഷൻ ഉണ്ടാവുക, ഒരു ബോഡിക്ക് ആക്സലേഷൻ ഉണ്ടാവണമെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവണം, അല്ലെ, കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ബോഡിക്ക് ആക്സലേഷൻ ഉണ്ടാവണമെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ച് വരണം. ആ വെലോസിറ്റിയിലെ ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആക്സലറേഷൻ കിട്ടുക. അപ്പൊ വെലോസിറ്റിയിൽ എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുക, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പൊ വെലോസിറ്റി ഒന്നെങ്കിൽ കൂടണം, അല്ലെ, വെലോസിറ്റി അതിന്റെ സ്പീഡ്, അല്ലെ, അതിന്റെ വെലോസിറ്റി അതിനെ കൂടണം. അപ്പൊ വെലോസിറ്റി കൂടുമ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ട്. അല്ലെങ്കിൽ വെലോസിറ്റി കുറയണം, അപ്പോഴും വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ട്. അല്ലെങ്കിൽ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, അപ്പോഴും വെലോസിറ്റിയിൽ, കാരണം വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും മതി, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും മതി. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കൂടുക അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കുറയുക, അത് രണ്ടായാലും മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വരും. അല്ലെങ്കിൽ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്താലും മതി, അപ്പോഴും വെലോസിറ്റിയിൽ ചേഞ്ച് ചെയ്യും, അപ്പോൾ നമുക്ക് അവിടെ ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു സാധനത്തിന്റെ സ്പീഡ് ഇങ്ങനെ കൂടുമ്പോൾ, അല്ലെങ്കിൽ സ്പീഡ് കുറയുമ്പോൾ, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, ഈ മൂന്ന് സമയത്താണ് അതിന് ആക്സലറേഷൻ ഉണ്ടാവുക. അപ്പോൾ യൂണിഫോം സ്പീഡിൽ, യൂണിഫോം വെലോസിറ്റിയിൽ, ഒരു ബോഡി ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോവാണ്, ഒരേ ഡയറക്ഷനിൽ, ഒരേ വെലോസിറ്റിയിൽ, അപ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ടാവില്ല. അവിടെ വെലോസിറ്റി ഉണ്ട്, പക്ഷെ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല, അല്ലെ, വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവണം, അപ്പൊ മാത്രമേ ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് നേരത്തെ പോലെ തന്നെ ചില ടേംസുകൾ പറയാൻ പറ്റും. യൂണിഫോം ആക്സലറേഷൻ പറഞ്ഞാൽ if the velocity of a object changes by equal amount in equal units of time, then it is uniform acceleration. ഒരേ സമയം കൊണ്ട് ഒരേപോലെ ചേഞ്ച് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ യൂണിഫോം ആക്സലറേഷൻ എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ ഫ്രീ ഫോൾ ആണ്.
നമ്മളൊരു ബോർഡിനെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. അപ്പൊ ഇടുമ്പോൾ അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷെ ഒരേപോലെയാണ് കൂടുക. അപ്പൊ അത് യൂണിഫോം ആക്സലറേഷൻ ആണ്. മറ്റൊന്ന് നോൺ യൂണിഫോം ആക്സലറേഷൻ. If velocity of an object changes by unequal amount in equivalence of time, ഒരേ നിശ്ചിത സമയം കൊണ്ട് പിന്നെ അൺഈക്വൽ ആയിട്ട് വ്യത്യസ്ത രൂപത്തിൽ അതിന്റെ വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് വിളിക്കും. മോഷൻ ഓഫ് എ കാർ ഇൻ എ ക്രൗഡഡ് സിറ്റി. ഒരു ക്രൗഡ് സിറ്റിയിൽ ചിലപ്പോൾ പെട്ടെന്ന് പോകും, ചിലപ്പോൾ മെല്ലെ പോകേണ്ടി വരും. അപ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ട് അല്ലെ, വെലോസിറ്റിയിൽ അപ്പോൾ ആക്സലറേഷൻ ഉണ്ട്. അത് ഏത് ആക്സലറേഷൻ ഉണ്ടാവുക? നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. കാരണം എന്താ, ഒരേപോലെ അല്ല വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഇനി മറ്റൊന്ന് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. the acceleration of object at a particular instant എന്നാണ് വരിക. ഇക്വേഷൻ ഈക്വൽ ടു ഇങ്ങനത്തെ ഇക്വേഷനുകൾ നോക്കണ്ട, അത് നമ്മൾ സ്കൂൾ തുറന്ന ശേഷം കുറച്ച് ഡിഫറൻഷിയേഷൻ ഒക്കെ പറയാണ്ട്, കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ പിന്നീട് പറയാം, കാരണം അത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയേക്ക്, അത് നോക്കണ്ട. ഇറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്സലേഷൻ ഓഫ് ഒബ്ജെക്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നോട്ട് ചെയ്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം മതി, ഇതിനെ പറ്റി നിങ്ങൾ ഇപ്പോൾ ബോധർ ചെയ്യണ്ട. ഇനി മറ്റൊരു ടേം റിട്ടാർഡേഷൻ ഓർ ഡിസലറേഷൻ. റിട്ടാർഡേഷനിൽ ഡിസലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ആക്സലറേഷൻ, ആക്സലറേഷൻ വിത്ത് എ നെഗറ്റീവ് സൈൻ. അതിനാണ് നമ്മൾ ഡിസലറേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ്. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതിന്റെ വെലോസിറ്റി കൂടണം, അല്ലെങ്കിൽ വെലോസിറ്റി കുറയണം, അല്ലെങ്കിൽ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. വെലോസിറ്റി കൂടുമ്പോൾ സാധാരണ ഒരു വണ്ടിന്റെ സ്പീഡ് ഇങ്ങനെ കൂടുകയാണ്, നമ്മൾ അതിനെ സാധാരണ ആക്സലറേഷൻ തന്നെയാണ് വിളിക്കുക. വെലോസിറ്റി കൂടുമ്പോൾ. വെലോസിറ്റി കുറയുമ്പോഴും അവിടെ ആക്സലേഷൻ ഉണ്ട് അല്ലെ. വെലോസിറ്റി കുറയും. ഒരു വണ്ടി ഇങ്ങനെ ബ്രേക്ക് ഇങ്ങനെ ഒരു സ്പീഡ് വരുന്ന ഒരു വണ്ടി ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിൻ സ്പീഡ് വരികയാണ്, നമ്മളെ സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന്റെ അങ്ങനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോഴും അവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ട്, അപ്പോൾ അവിടെ ആക്സലേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ആക്സലേഷൻ നമ്മൾ സാധാരണ ഡിസലറേഷൻ എന്ന് വിളിക്കുക. അപ്പൊ വെലോസിറ്റി കുറയുമ്പോഴുള്ള ആക്സലറേഷനാണ് ഡിസലറേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? വെലോസിറ്റി കൂടുമ്പോഴതിനെ ആക്സലേഷൻ തന്നെ വിളിക്കും. വെലോസിറ്റി കുറയുമ്പോൾ ആക്സലേഷൻ, അതും ആക്സലേഷൻ തന്നെയാണ്. നമ്മൾ വേറെ പേരും കൂടി കൊടുത്തു, ഡിസലറേഷൻ. നെഗറ്റീവ് ആക്സലറേഷൻ ആണ് അതിന് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ചില ടേംസുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ, കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസലറേഷൻ, ഇങ്ങനെ കുറെ ടേമുകൾ. ഇനി അത് ഓരോന്നിലും യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഇങ്ങനെ പറയുന്നുണ്ട്. വെലോസിറ്റിയിലും അങ്ങനെ പറയാൻ പറ്റും. ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി. ആക്സലറേഷനിലും അങ്ങനെ പറയാൻ പറ്റും. യൂണിഫോം ആക്സലറേഷൻ, നോൺ യൂണിഫോം ആക്സലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെയും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്താണ്. താങ്ക് യു.